നമസ്കാരം. ഇന്നത്തെ ദിവസം ഒരു മോട്ടിവേഷനോട് കൂടി തുടങ്ങിയാലോ? എന്താ അപരാധം പറയാൻ പോവേണ്? ദാ പിടിച്ചോ. ഉണ്ടയുമില്ല, അണ്ടിയുമില്ല, ഒരു ഇല്ല. നമ്മൾക്ക് നമ്മൾ മാത്രം. ചാനലിന്റെ പേര് കണ്ടാ? ചുക്കാമണി ന്യൂസ്. പ്രധാന വാർത്തകൾ. കുട്ടിശങ്കരൻ ആനയുടെ 5ാമത്തെ കാലെന്ന് പറഞ്ഞു കയറി പിടിച്ച ഗജേന്ദ്രൻ തൃശൂർ 46 അന്തരിച്ചു. ഇതാണ് കേസ് ഇപ്പോഴത്തെ അവസ്ഥ. കുറെ ചേച്ചിമാർ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്ന ഉള്ള അപരാധം പറച്ചില്. നമസ്കാരം. ഉത്സവ പറമ്പിൽ മെയിൻ ആവാൻ സ്വന്തം തന്തയുടെ മുണ്ട് പറിച്ചോടിയ അഭിജിത്ത് ഷോ ഓഫിനെ നാട്ടുകാർ പഞ്ഞിക്കിട്ടു. ഈ വാർത്ത വായിക്കണ ഈ സാധനത്തിന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഫീൽഡിലുള്ള ഈ സാധനത്തിനെ കണ്ട അപ്പം മനസ്സിലാക്കിക്കോണം, ഈ സാധനം പബ്ലിക്കിന്റെ മുന്നിൽ ഓപ്പൺ ആക്കാൻ പറ്റിയ സാധനമേ അല്ലെന്ന്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ 50 പൈസ കുനിഞ്ഞുവെടുക്കാൻ നോക്കവേ കൊല്ലംകാരനായ യുവാവിനെ പക്കിവെച്ച് മുസ്തഫ കോഴിക്കോട് പക്കടി. ഇതാണ് എലോൺ മസ്ക് പറഞ്ഞത്, AI is far more dangerous എന്ന്. Mark my words, AI is far more dangerous. പഴഞ്ചൊല്ല എഴുതാൻ ടീച്ചർ പറഞ്ഞപ്പോൾ വാണം വിട്ടും ഓണം ഉണ്ണണം എന്ന് എഴുതി വെച്ച അർജുൻ അക്ഷരതെറ്റിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കണക്കായിപ്പോയി. എടാ, ഈ AI എന്ന് പറയണതേ നല്ലതിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ വാണത്തരത്തിന് ഉപയോഗിക്കാം. കുറച്ചാൾ മുന്നേ ഒക്കെ പ്രോംപ്റ്റ് കൊടുക്കുമ്പം കൈ വേറെ കാല് വേറെ ഉള്ള സാധനങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കിയാണ് നിങ്ങൾ, ഏതാണ് ഒറിജിനൽ ഏതാണ് AI എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായി. മിക്കവാറും കുറച്ചുനാൾ കഴിയുമ്പം ഈ AIയുടെ പേരിൽ കുറെ കേസുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിനുള്ള കന്നന്തിരികളൊക്കെ ഇവന്മാർ തന്നെ ഒപ്പിച്ച് വെക്കും. ജോലി ചെയ്ത് മടുത്തോ മക്കളെ? പറ്റിയ ഒരു ബിസിനസ് ഐഡിയ ആയിട്ടാ ഞാൻ വന്നേക്കുന്നേ. ദാ ഈ മെഷീൻ കണ്ടോ? 1 മണിക്കൂറിൽ 10-500 നോട്ടുകൾ പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതൊരെണ്ണം വാങ്ങിവെക്ക്. ഇതുപോലെയുള്ള ബിസിനസ് ഐഡിയ കിട്ടാൻ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കണേ. AI ആണെങ്കിലും തൊള്ള ജയിലിൽ കിടക്കാനുള്ള ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വാങ്ങി, എനിക്ക് 11 അടിക്കാൻ കഴിയുന്നുണ്ട്. ഷിനു പടനാപുരം. താമസിയാതെ പോലീസ് വീട്ടിൽ വരും, നോക്കി നിന്നോ. പച്ചയിറച്ചി തിന്നലാണ് ഇന്നത്തെ ചലഞ്ച്. ലുലു മാളിലാണുള്ളത്. അപ്പൊ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. ഇതിനകത്ത് എന്താ നീ കാർത്തിക് സൂര്യയുടെ ആത്മാവിനാണ് അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നത്. പച്ചയിറച്ചി തിന്നലാണ് ഇന്നത്തെ ചലഞ്ച്. ലുലു മാളിലാണുള്ളത്. ഈ വീഡിയോയിലെ മുഖം കൂടെ ശരിയായിരുന്നെങ്കിൽ കാർത്തിക് സൂര്യക്ക് കുറച്ച് പണി കുറഞ്ഞു കിട്ടിയെന്നെ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുട്ടിശങ്കരൻ ആനയുടെ 5ാമത്തെ കാലെന്ന് പറഞ്ഞു ിക്ക് കയറി പിടിച്ച ഗജേന്ദ്രൻ തൃശൂർ ആദ്യം കണ്ട ചേച്ചിയുടെ കുഞ്ഞമ്മയുടെ മാപ്പിളാണെന്ന് തോന്നുന്നു. ചുക്കാമണി ന്യൂസ്. അത് തന്നെ. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്നതിനിടെ ഉത്തരം അറിയാത്തത് കൊണ്ട് പകുതി വെച്ച് നിർത്തി. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നതെന്ന് എഴുതി വെച്ച അമൽ KGF എന്ന വിദ്യാർത്ഥിക്ക് സസ്പെൻഡ്. അമൽ KGF 22 എൽ ഡൊറാഡോ. ആരെങ്കിലും താഴത്തെ ന്യൂസ് വായിച്ചോ? തന്നെ കടിച്ച കൊതുകിനെ കൊല്ലാൻ വേണ്ടി ഗുഡ് നൈറ്റ് പ്ലസ് സ്വന്തം രക്തത്തിൽ കുത്തിവെച്ചു യുവാവ് മരിച്ചു. കൊണയടി 24/7. കൊള്ളാം. ഇത് AI ആണെങ്കിലും ഇത് എഡിറ്റ് ചെയ്ത് ഈ ലെവലിൽ എത്തിക്കണമെങ്കിൽ കുറച്ച് മെനക്കേടുണ്ട് കേട്ടോ. കുറച്ച് ടൈം ഇതിന് പിറകെ സ്പെൻഡ് ചെയ്താലേ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കുറെ ഇതൊന്നുമല്ല ചെയ്യുന്നത്, കുറെ അപരാധമാണ് പടച്ചു പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നമ്മുടെ ഇടുക്കി ഡാം കയറാൻ പോവുകയാണ്. പറ്റുമോന്നറിയില്ല. ചേട്ടാ, ഈ വീഡിയോ ക്വാളിറ്റി നോക്കിയാണ്ടാ നിങ്ങളൊന്ന്, ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാ നിങ്ങള്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിന്റെ മുകളിലെത്തി. അണ്ണം മുകളിലെത്തിയപ്പോ അണ്ണന്റെ രൂപം മാറിയ. ചില്ലറ കഴപ്പൊന്നുമല്ല എനിക്ക്, എന്നാൽ ഈ വ്യൂ അടിപൊളിയാണ്. എന്റെ പേര് ലൈല. ഞാനൊരു AI ഇൻഫ്ലുവൻസർ ആണ്. കണ്ട പറയില്ലെങ്കിലും ഞാനൊരു AI മോഡലാണ്. ഇതെങ്ങനെയാണെന്ന് അറിയാൻ തീർന്നാടെ. ഈ വീഡിയോക്ക് മാർക്കിടാൻ പറഞ്ഞ 10ൽ 9.9 കൊടുക്കണം. ഇപ്പൊ തന്നെ ഇത്ര എത്തിയെങ്കിൽ ഒരു 2-3 മാസത്തിനുള്ളിൽ ഏകദേശം ഒറിജിനൽ ഏത് AI ഏത് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തും നമ്മൾ. അത് ഉറപ്പാണ്. കണ്ട പറയില്ലെങ്കിലും ഞാനൊരു AI മോഡലാണ്. ഇങ്ങനെ പോയാൽ മിക്കവാറും AIക്കും ആധാർ എടുക്കേണ്ടി വരും. ബ്രോ, AI തുണ്ടുണ്ടാക്കാമോ? എനിക്ക് PM ചെയ്യാമോ? ഉണ്ടാക്കി തരടാ നിനക്ക്. നിന്റെ മുഖം വെച്ച് തന്നെ ഉണ്ടാക്കി തരാം. ചില്ലറ കഴപ്പൊന്നുമല്ല എനിക്ക്. ഇതാണ് നേരത്തെ അയാൾ പറഞ്ഞത്, AI is far more dangerous എന്ന്. ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒരു വീഡിയോ എല്ലാം അങ്ങനെ ഇറങ്ങിയാൽ അത് ഒറിജിനൽ ആണോ AI ആണോ എന്ന് കണ്ടുപിടിക്കുന്ന മുമ്പേ ഓരോരുത്തന്മാരുടെ ജീവിതം കുട്ടിച്ചോറാവും. ചില്ലറ കഴപ്പൊന്നുമല്ല എനിക്ക്. കേരളത്തിൽ ഇനി ആരും കുളിക്കേണ്ട. നിങ്ങൾക്ക് എന്താ ചിരി വരുന്നുണ്ടോ? സത്യമാണ്. അനിസോ എന്ന പെർഫ്യൂമാണ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. സത്യമാണ്. അനിസോ എന്ന പെർഫ്യൂമാണ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അനിസോ സൂപ്പർ. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. പരസ്യ കമ്പനിക്കാരുടെ പണി പോകും. പരസ്യ കമ്പനിക്കാരെ മാത്രമല്ല, ഏകദേശം ഇങ്ങനത്തെ ഫീൽഡിലുള്ള മിക്ക എണ്ണത്തിന്റെയും ജോലി കിട്ടൊരു കൊട്ട് കിട്ടും. പെട്ടെന്ന് AI പഠിച്ചു. ഇനി സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്ക് ചെല്ലാം. ഹാൻഡ്സ് വെച്ചിട്ട് പവർ കിട്ടാത്തതിനെ തുടർന്നു യുവാവ് ഹാൻഡ്സ് വെച്ച് പുട്ടുണ്ടാക്കി കഴിച്ചു മരണപ്പെട്ടു. കാരണം വാർത്തയാണെങ്കിലും ചേച്ചി പറഞ്ഞാൽ അതിലൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. ചാക്കണൊക്കെ മേടിച്ചു വെച്ചാലും കിക്ക് കിട്ടാത്തവന്മാരുണ്ട്. അവന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് കിക്ക് കിട്ടാത്തത് നിങ്ങളുടെ ആംബിയർ അല്ല, നിങ്ങളുടെ ഞാടി ഞരമ്പ് വരെ അടിച്ചു പോയതാണ്. അത് ഓർത്താ കൊള്ളാം. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ യക്ഷി. അപ്പൊ നമ്മൾ കള്ളിയങ്ങാട് നീലിയുടെ 106th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. വളരെ മിനിമൽ ആയിട്ടേ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നുള്ളൂ. സോ ഗെറ്റ് റെഡി വിത്ത് മീ. എല്ലാവരും ഫാസ്റ്റ് ഫുഡ് കുറച്ച് നല്ല പച്ചക്കറികൾ കഴിക്കണം. കൊഴുപ്പ് കൂടിയാൽ ചോരയ്ക്കൊന്നും ആ ഫ്രഷ്നെസ് കിട്ടില്ല. ഇനി ചുണ്ണാമ്പിന് വേണ്ടി വാസുവേട്ടന്റെ കടയിൽ പോവേണ്ട. വാസുകുട്ടൻസ് ചുണ്ണാമ്പ് ഇപ്പൊ ഇവിടെയും ലഭ്യമാണ്. ഇന്ന് കളക്ഷൻ നല്ല കുറവാണ്. തൽക്കാലം ഈ 2 പേരുടെ ചോര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? താഴെ കമന്റ് ചെയ്യണേ. ഇട്ടിമട്ട് സാധനം വളഞ്ഞത് തന്നെ.
സംഗതി കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും താമസിയാതൊരു AI പടം നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഇത്രയും ക്വാളിറ്റി ഇല്ലേ? യക്ഷി പഴയതുപോലെ ഒന്നും ഇപ്പൊ ആരെയും പേടിപ്പിക്കാൻ ഒക്കുന്നില്ല. കാണുന്നവർ പേടിപ്പിക്കാൻ ഓടിക്കുക. ഇപ്പോഴത്തെ കാലത്തും എല്ലാം യക്ഷി വേഷം കെട്ടി നിന്ന ഇനി ഒറിജിനൽ യക്ഷിയാണെങ്കിൽ തന്നെ രക്ഷയില്ല മക്കളെ. യക്ഷിയൊക്കെ ഏറിൽ നീക്കും. നമ്മള് ഇന്ന് വന്നേക്കുന്ന കുറ്റ്യാടി അങ്ങാടിയിലാണ്. എല്ലാരും എനിക്ക് ഫുൾ സപ്പോർട്ട് തരണം. സീ ഗൈസ്. എന്റെ മോനെ എന്നാ ക്വാളിറ്റിയാടാ ഇതിനൊക്കെ. ഹലോ ഗൈസ്, നമ്മളെ സ്വന്തം കോഴിക്കോട് ബീച്ചിക്ക് വന്നതാണ്. ഭയങ്കര മയ്യ ഇവിടെ. ഇത് പക്ക സാധനം കേട്ടാ. ആ ബാക്കിൽ ഇങ്ങനെ ആൾക്കാരുടെയൊക്കെ ഒരു ഡീറ്റെയിലിംഗ് നോക്കിയാണ്. ഇത് സംഗതി നമ്മൾ വിചാരിക്കും പോലെ അല്ല കേട്ടോ. ഇത് വേറെ ലെവലിൽ പോയി സാധനം. ചില വീഡിയോസ് ഒക്കെ പക്കാ റിയലിസ്റ്റിക് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ എഴുതി കൊടുക്കുന്നത് അതേപോലെ അല്ല, അച്ചടി ഭാഷയിൽ പറയണ പോലെ ഉണ്ട് ചിലതൊക്കെ. അതുകൂടെ ഒന്ന് കറക്റ്റ് ആക്കിയ സെറ്റ്. ഇതാ എന്റെ ബ്ലാക്കി പുഴയിൽ കയറി വന്നപ്പോഴാ പിടിച്ചത്. ഒന്ന് ഒട്ടിയ പക്ഷെ കിടിലമാണ്. VFXകാരുടെ പണിയും പോവും. ഇതുപോലെ അവിടുത്തെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഒറിജിനൽ ആണെന്നും പറഞ്ഞ അമ്മമാര് പറ ഷെയർ ചെയ്തേനെ. വേണമെങ്കിൽ ഭക്തിയും കൂടെ ചേർത്ത് അടിയിൽ ഒരു നല്ലൊരു ക്യാപ്ഷൻ കൂടെ കൊടുക്കും. ആൾക്കേരള അമ്മമാരുടെ അസോസിയേഷന് നിങ്ങളോട് പറയാനുള്ളത് AI വെച്ച് പറഞ്ഞപ്പോൾ. മക്കൾ എവിടെ പോയി മുടി വെട്ടിയാലും ഞങ്ങൾ അമ്മമാർക്ക് ഇഷ്ടപ്പെടാറില്ല. ഇത് നോക്ക്, നല്ല വൃത്തിയില്ലേ? അതെങ്ങനെയാണ്? എങ്ങനെയൊക്കെ വെട്ടിയിട്ട് വന്നാലും ഫ്രണ്ട്സ് പടത്തില്ല ജയറാം ആയില്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടൂല. കൂട്ടുകാർ അണ്ടിയില്ലാത്തവനെന്ന വിളിച്ചതിനെ തുടർന്ന് പെണ്ണും പിള്ളേ മാറി. എന്താണ് ഈ പഴങ്ങളുടെ രഹസ്യം? ഇതൊക്കെ കൊച്ചുമക്കൾ പെയിന്റ് അടിച്ചതാണ്. ഒറിജിനൽ അല്ല. AI ആണെങ്കിലും ചിരിക്കാനുള്ള വകുപ്പ് കൊണ്ട് കേട്ടോ. അപ്പൂപ്പന്റെ കൊലയിൽ തന്നെ പെയിന്റ് അടിച്ച കൊച്ചുമക്കൾക്ക് ഇരിക്കട്ടെ ഒരു ലൈക്ക്. ലഡുവിന് പകരം പോലീസിന് അപ്പിക്കുഴച്ച് ഉരുട്ടിക്കൊടുത്ത അക്ഷയ്. മയക്കും പിടിച്ചോണ്ട് ഒന്ന് തീട്ട കേസ് പറയുന്നു. എവിടെ എന്റെ പഴഞ്ചൊല്ലി? നാരായണ 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 കൂരായണ കൂരായണ. കാര്യം കാണാൻ കണ്ണാ കണ്ണ, കാര്യം കഴിഞ്ഞാൽ കൂ. പഴഞ്ചൊല്ലിൻ റിയൽ ലൈഫ്. നിത്യാഭ്യാസി ആനയെ എടുക്കും. ഓടിവാ കണ്ണ, ചാടിവാ മൊണ്ണെ. എങ്ങനുണ്ട് മക്കളെ? കൊള്ളാം മാമ, നന്നായിട്ടുണ്ട്. ഇതെന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. ഫസ്റ്റ് ഇത് കമന്റ് ചെയ്യണവരെ പിൻ ചെയ്തിടാം. പുര കത്തുമ്പോ വാഴ വെട്ടുന്നു. കൊള്ളാം. പക്ഷെ അണ്ണൻ പുര കത്തുമ്പം വാഴ ഇലയാണ് വെട്ടണത്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു. സംഗതി അതാണ്. പക്ഷെ വാഴ വെട്ടാൻ മഴവെടുത്ത ഈ മഹാൻ വല്ലാത്ത ജാതി തന്നെ. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്നേ ഉള്ളൂ. അത് മഴവിട്ട് വെട്ടണോ, വെട്ടോത്തിയിട്ട് വെട്ടണോ, പിച്ചാത്തിയിട്ട് വെട്ടണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. എനിക്കില്ല വേണ്ട. എന്താന്നറിയോ? കൊല്ലം കണ്ടോണ്ടായിരിക്കും. കാരണം ഞാൻ കൊല്ലം കണ്ടിട്ടുണ്ട്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാണല്ലോ. എനിക്കില്ലം വേണ്ട. എന്താന്നറിയോ? കാരണം ഞാൻ കൊല്ലം കണ്ടിട്ടുണ്ട്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നാണല്ലോ. ഈ കൊല്ലം തമിഴ്നാട്ടിലോട്ട് വല്ലതും മാറ്റിയാടാ. ബോർഡെല്ലാം തമിഴ് പോലെ. ചിലപ്പം തമിഴ്നാട്ടിലുള്ള ചേച്ചി വന്ന് കൊല്ലം കണ്ടിട്ട് പോയതാവും. അങ്ങനെയാവും. നോമിന് എലിയെ ഇശി ഭയണ്ട്. അതാണ് ഇല്ലോ അങ്ങോട്ട് ചുട്ടത്. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്നല്ലേ? ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുവെന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ അത് സത്യമാണ്. എന്നാൽ അത് പുലിയല്ല അമ്മാവ, അത് കടുവയല്ലേ? അല്ലെങ്കിൽ ഈ കേരളത്തിൽ എവിടെയെങ്കിലും കടുവേനെ പുലി എന്ന് പറയൂടാ? ഞാൻ ചില വീഡിയോസിലൊക്കെ കടുവേനെ പുലി എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഇതൊരു പഴഞ്ചൊല്ലാണ്. ഏതാണെന്ന് അറിയാമോ? ഇടിവെട്ടിയവന്റെ സ്വനേന്നാണടാ പാമ്പ് കടിച്ചത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. എടാ സംഗതി ഏയും കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷേ ഇത് വെച്ചിട്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം ഒന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റൂലേ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്ന സ്വപ്നം പറഞ്ഞു തന്നാലും അത് അതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂലേ? അങ്ങനെ ഒന്നും ട്രൈ ആക്കത്തെന്ത്? അങ്ങനെ ചെയ്താൽ അത് പൊളിക്കും. അപ്പൊ ഓക്കെ ബൈ, ടാറ്റാ.